വന്നിരിക്കുന്നത് ഹെയർ റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ്. നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി കാണും. ഇത് ബോഡി ഷോപ്പിൽ നിന്ന് വാങ്ങിയ ഒരു ഷാമ്പു, കണ്ടീഷണർ, പിന്നെ ഒരു ഷീ ബട്ടറിൻ്റെ ഒരു ഹെയർ മാസ്ക് ആണ്. ഇപ്പം ഞാനിവിടെ UK വന്നിട്ട് ഏകദേശം ഒരു 3 വർഷമായി. ഈ 3 വർഷമായിട്ട് ഞാൻ എൻ്റെ മുടി സംരക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ പ്രൊഡക്ട്സ് ആണ്. പക്ഷെ ഞാനിവിടെ ആദ്യം വന്ന സമയത്ത് ഇവിടുത്തെ വെള്ളം ഒരു ഫാക്ടറായിരുന്നു മുടി കൊഴിച്ചിലിന്. ക്ലോറിൻ വാട്ടറാണ്. അപ്പോൾ എൻ്റെ മുടി നന്നായിട്ട് കൊഴിയാൻ തുടങ്ങി. അപ്പോൾ പിന്നെ താരൻ ഇവിടുത്തെ വരുമ്പോൾ തന്നെ നമ്മുടെ ഹെയർ ഡ്രൈ, ഫുൾ നമ്മുടെ സ്കാൽപ്പൊക്കെ ഡ്രൈ ആയിട്ട് താരൻ അങ്ങ് തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം നാട്ടിൽ ഞാൻ നല്ല കറ്റാർവാഴ എണ്ണയൊക്കെ തേച്ച് മുടിയുടെ ഗ്രോത്തിന് വേണ്ടി അത് സഹായിക്കും ഒരുപാട്, കറ്റാർവാഴ കാച്ചിയ എണ്ണ. അപ്പം അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് മുടിയൊക്കെ കൊഴിഞ്ഞ് കണ്ടപ്പോൾ ഒരു ഭയങ്കര വിഷമം. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് അവസാനം കണ്ടുപിടിച്ചതാണ് ബോഡി ഷോപ്പിൽ നിന്ന് ഈ സ്കാൽപ്പ് കെയർ എന്ന് പറഞ്ഞ ജിഞ്ചറിൻ്റെ ബോഡി ഷോപ്പിൽ നിന്ന് വാങ്ങിയ ഷാമ്പു ആണ്. പിന്നെ ഈ അതിൻ്റെ ആൻറ്റി ഡാൻഡ്രഫിൻ്റെ തന്നെ കണ്ടീഷണർ, പിന്നെ ഒരു ഹെയർ മാസ്ക്, ഇങ്ങനെ 3 സാധനങ്ങൾ. അത് ഉപയോഗിക്കാൻ തുടങ്ങി ഞാനിപ്പോൾ ആഴ്ചയിൽ 3 ദിവസം തല നന്നായിട്ട്, സത്യം പറഞ്ഞാൽ നന്നായിട്ട് എണ്ണ വെക്കും. എന്നിട്ട് എണ്ണ വെച്ച് നല്ല മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപയോഗിച്ച് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്യും. ഇത് കളർലെസ്സാണ്. ഇതിൽ ജസ്റ്റ് വൈറ്റ് കളർ മാത്രമേ ഉള്ളൂ. അങ്ങനെ മീൻസ് പ്ലെയിൻ കളറാണ്. ഇനി ആർട്ടിഫിഷ്യൽ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ നന്നായിട്ട് പതയൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഭയങ്കരമായിട്ട് മറ്റ് ഷാമ്പുവിനെ അപേക്ഷിച്ച് ഭയങ്കര വേറെ സ്മെല്ലൊന്നുമില്ല. ഇത് ജസ്റ്റ് ജിഞ്ചറിൻ്റെ സ്മെല്ലേ ഉള്ളൂ. പിന്നെ ഈ ഷീ ബട്ടറിൻ്റെ ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി സ്മെല്ലൊക്കെ നമ്മുടെ മുടിക്ക് വരും. ഒരു കോട്ടിങ് നമ്മുടെ മുടിക്ക് കൊടുക്കും ഈ മാസ്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നി കേട്ടോ. കാരണം ഞാനിവിടെ വന്ന സമയത്തൊക്കെ മുടി ഇങ്ങനെ കൊഴിഞ്ഞു കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നുമല്ലോ. നമ്മൾ ഇത്രയും വർഷം നാട്ടിൽ നിന്ന് നമ്മുടെ മുടിക്ക് വേണ്ടി ഒരുപാട് കെയർ ഒക്കെ ചെയ്തിട്ട് ഇവിടെ വരുമ്പോൾ ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഇവിടെ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാൽ ഭയങ്കര എക്സ്പെൻസീവ്. അപ്പം നമ്മളെപ്പോലെ സാധാരണക്കാരൊക്കെ അത് അഫോർഡബിളായിട്ട് തോന്നത്തേയില്ല. ആക്ച്വലി ഞാനിവിടെ വെച്ച് എൻ്റെ മുടിക്ക് സ്വന്തമായിട്ട് ഈ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ട് നാട്ടിൽ പോയിട്ടാണ് ഒരു സ്പാ ചെയ്യുന്നതൊക്കെ ആക്ച്വലി. കാരണം ഇവിടെ ഭയങ്കര റേറ്റ് ഭയങ്കര വ്യത്യാസമാകുമ്പോൾ നമ്മളെപ്പോഴും കൺവേർട്ട് ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ നമുക്കത് ഭയങ്കര പാടാണ്. പിന്നെ ഞാൻ രണ്ടാമത് ഇപ്പോൾ ഈ ഇടയായിട്ട് എൻ്റെ മുടി ഭയങ്കര കൊഴിയുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് അയണിൻ്റെ തന്നെ ഒരു കണ്ടൻറ്റ്, ഫെർട്ടിൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് രണ്ടും ഭയങ്കര ലോ. അതുകൊണ്ട് എൻ്റെ മുടി നന്നായിട്ട് കൊഴിയുന്നു. അപ്പം ഞാൻ പിന്നെ അയൺ ടാബ്ലറ്റ്, അയൺ സപ്ലിമെൻറ്റ്സ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ബെറ്ററായി വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ വരുമ്പോൾ തന്നെ നമ്മുടെ മുടിയൊക്കെ ഞാനിങ്ങനെ അഴിച്ചിട്ടുണ്ട്, ഇങ്ങനെ സെറ്റായിട്ട് നടക്കാറൊന്നുമില്ല ആക്ച്വലി. കാരണം എപ്പോഴും എൻ്റെ മുടി ഇവിടെ വട്ടക്കെട്ട് ഇട്ട് വെച്ചിട്ടുണ്ടാവും, കുടുമി കെട്ടുമ്പോലെ. കാരണം ഇത് അഴിച്ചിട്ടുകൊണ്ട് നോക്കി ഭയങ്കര പാടാണ് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ അഴിച്ചിട്ട് അതിനെ കെയർ ചെയ്യാൻ. ഒന്ന കാര്യം ലോങ് ഹെയർ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര, ഇത് ലോങ് ഹെയർ ആണ് എൻ്റെ. അപ്പം എനിക്ക് കുറച്ച് പാടാണ് ഇങ്ങനെ അഴിച്ചിട്ടിട്ട് അതിനെ കെയർ ചെയ്യാനൊക്കെ കുറച്ച് പാടാണ്. അപ്പം ഞാൻ എപ്പോഴും വട്ടം ഇങ്ങനെ കെട്ടി ഇവിടെ വെച്ചിട്ടുണ്ടാവും, ഇവിടെ ടൈ ചെയ്തു ഇവിടെ മുകളിൽ. അപ്പോൾ നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണെങ്കിലും ഈ 12 അവർ ടൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് നല്ല പെയിൻ എടുക്കും ടൈറ്റായിട്ട് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് മുടി വെട്ടിക്കളയാൻ ഒട്ടും ഇഷ്ടമല്ല. ഈ മുടി നമ്മുടെ വീട്ടിൽ മമ്മി ഇങ്ങനെ എപ്പോഴും കറ്റാർവാഴയും ഈ ചുമന്നുള്ളിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എണ്ണ കാച്ചി തരും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കിലും മമ്മി തന്നു വിടും. പക്ഷെ ഞാനത് ഡെയിലി ഉപയോഗിക്കത്തില്ല. ചിലപ്പോൾ ആഴ്ച ഒരു ദിവസമൊക്കെയാണ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയുള്ളൂ. കാരണം നമുക്ക് ടൈം കിട്ടത്തില്ലല്ലോ. പിന്നെ എനിക്ക് ആഴ്ച 3 ദിവസം ഓഫ് ഉണ്ട്. അപ്പം അടുപ്പിച്ച് 3 ദിവസമാണെങ്കിൽ എനിക്ക് അടുപ്പിച്ച് 3 ദിവസം എണ്ണ വെക്കാൻ ഷോക്കാണ്. അപ്പോഴത്തേക്കും ഞാൻ അടുപ്പിച്ച് 3 ദിവസം വെക്കത്തില്ല. അപ്പോൾ ഒരു ദിവസം, ആഴ്ച ഒരു ദിവസം വെക്കും. ഇനിയിപ്പം ഡിഫറെൻറ്റ് ഡേയ്സ് ആണെങ്കിൽ ചിലപ്പോൾ 2-3 ദിവസമൊക്കെ തല കഴുകുന്ന ദിവസങ്ങളിൽ വെക്കും. പിന്നെ ഓഫുള്ളപ്പോഴാണ് കൂടുതൽ തല കഴുകുന്നത്. അപ്പോൾ ഓഫുള്ളപ്പോഴാകുമ്പോൾ തല കഴുകി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെറുതായിട്ടൊന്ന് ഡ്രയർ ഉപയോഗിച്ച് ചെയ്താലും അതീ ഹോട്ട് കൊടുക്കണ്ടല്ലോ. കുറച്ച് ടൈം എടുത്തിട്ട് നമുക്ക് മുടി ഉണക്കാൻ പറ്റും. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് വൈകുന്നേരം 12 അവർ ഷിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കുറച്ച് ടൈം എടുക്കൂലേ. അപ്പോൾ നമ്മൾ എന്താ പറയുക, പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ റുട്ടീൻസ് എല്ലാം ചെയ്യണം, ജിമ്മിൽ പോകണം, തിരിച്ചു വന്ന് പിന്നെ കുളിക്കണം, അപ്പോഴത്തേക്കും രാത്രിയാവും. പിന്നെ നമുക്കൊന്ന് കടക്കാനുള്ള ധൃതിയായിരിക്കും. കാരണം നമ്മൾ നടുവൊടിഞ്ഞിട്ടായിരിക്കും വരുന്നത് അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സത്യത്തിൽ പറഞ്ഞാൽ എസ്പെഷ്യലി UK ഉള്ളവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യും കേട്ടോ. ഈ മുടി എന്താ പറയുക, ഈ ചെറിയ താരനും പിന്നെ മുടി കൊഴിച്ചിലൊക്കെ തോന്നുന്നവർക്ക്, മുടി നമുക്ക് ഹെൽത്തി ആയിട്ടൊന്ന് വേണം എന്നുള്ളവർക്ക് ഇത് സജസ്റ്റ് ചെയ്യും കേട്ടോ. കാരണം ഇത് ഞാൻ ലാസ്റ്റ് 3 year ആയിട്ട് ഞാനിപ്പോൾ UK യിലുണ്ട്. ഈ 3 year ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്ട്സാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര റിസൾട്ടായിട്ട് തോന്നി, എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തു കേട്ടോ. താല്പര്യമുള്ളവർക്ക് മേടിച്ച് ഉപയോഗിക്കാം കേട്ടോ, നല്ലതാണ്. ഞാൻ ഇതിൻ്റെ ഫോട്ടോസ് ഇങ്ങനെ കാണിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കിത് മിറർ ഇമേജ് ആയിട്ട് കാണുമ്പം
കറക്റ്റായിട്ട് മനസ്സിലാകത്തില്ല. പക്ഷെ ഞാൻ മറ്റേ ഫോട്ടോയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എത്ര നേരം എന്നെ കേട്ടിരുന്നതിന് താങ്ക് യു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.